അസ്സാമു അലൈക്കും. ചത്തിരിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പൊതിച്ചോറിൻ്റെ വീഡിയോയുമായിട്ടാണ്. കുറച്ച് നാളായി എൻ്റെ മോൻ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് നമുക്കൊരു പൊതിച്ചോറ് ഉണ്ടാക്കണം എന്ന്. എപ്പോഴായാലും പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ ലക്ഷദ്വീപിലെ ഒരു ട്രഡീഷണൽ ഫുഡൊന്നുമല്ല. നമ്മളെ കേരളത്തിലെ സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ പോയി നമ്മൾ കഴിച്ചതിന് ശേഷം നമ്മളതിൻ്റെ ഫാൻസ് ആയ ആൾക്കാരാണ്. ഇപ്പം നമ്മുടെ ദ്വീപിലെ എല്ലാവർക്കും ഒരുപാട് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാർക്കും ഇഷ്ടമാണ് പൊതിച്ചോറ് ഉണ്ടാക്കാനും കഴിക്കാനും ഒക്കെ. അങ്ങനെ ഇഷ്ടപ്പെട്ടതാണ് നമ്മളും ഈ ഒരു രുചി. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ഒരുപാട് നാളെ നമ്മൾ സ്കൂളിലൊക്കെ പോയിട്ടൊരു വീക്കെൻഡ് ആകുമ്പോഴാണല്ലോ നമുക്കൊരു ഫ്രീ ഒക്കെ കിട്ടുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു വീക്കെൻഡിലാണ് നമ്മൾ ഈ ഒരു പൊതിച്ചോറ് നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് സെറ്റാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഇന്നത്തെ പൊതിച്ചോറ് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കതിന് വേണ്ടിയുള്ള കറിവേപ്പിലയൊക്കെ കറികളൊക്കെ ഉണ്ടാകുമ്പോൾ ഇടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള കറിവേപ്പില വെട്ടാൻ വേണ്ടിയിട്ട് ഒരാൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ വേദിക്കകത്ത് ഇഷ്ടം പോലെ കറിവേപ്പിലയുണ്ട്. ഇത് നമ്മൾ ഈ കോട്ടേഴ്സിൽ വന്നപ്പോൾ മുതലുണ്ട്. ഇതിൽ നേരത്തെ താമസിച്ച ആൾക്കാർ വെച്ചതായിരിക്കും. പിന്നെ നമ്മളതിനെ പരിചരിച്ചിട്ട് ഇങ്ങനെ പോകുന്ന വെള്ളമൊക്കെ ഒഴിച്ചിട്ട്, അല്ലാതെ നമ്മളായിട്ട് വെച്ചുണ്ടാക്കിയതൊന്നുമല്ല കേട്ടോ. പക്ഷേ എന്തായാലും ഉപകാരമാണ്. നമുക്ക് എപ്പോഴും ഇപ്പോൾ കറിവേപ്പിലയുടെ ആവശ്യത്തിന് എങ്ങോട്ടും പോകേണ്ടി വരാറില്ല. നമ്മുടെ ഈ കോട്ടേഴ്സിൻ്റെ വേലിയിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് പറിച്ചിട്ട് നമ്മളിടലാണ് പതിവ്. സൈബായിക്കാണെങ്കിൽ ഈ കറിവേപ്പില ഇങ്ങനെ കത്രിക കൊണ്ട് വെട്ടിയെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോൾ ആയാലും അവളാണ് എനിക്ക് കറിവേപ്പില വെട്ടിത്തരാറ്. അപ്പോൾ സാധാരണ പറിക്കലെന്നാണ് നമ്മൾ പറയല്, പക്ഷേ ഇപ്പോൾ അവൾ കത്രിക കൊണ്ട് വെട്ടുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മുടെ പൊതിച്ചോറിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് ഉണ്ടാക്കുന്നത്. ചുരയ്ക്കയും തക്കാളിയും പച്ചമുളകും പരിപ്പും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള കറി. പിന്നെ ഞാൻ ആദ്യം തന്നെ പറയട്ടെ, എനിക്കല്ലേ പൊതിച്ചോറിൻ്റെ കൂടെ ഇങ്ങനെ ഒഴിച്ചുകറിയൊന്നും ഇഷ്ടമല്ല. എനിക്ക് അതിലുള്ള തോരൻ അതൊക്കെ കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം. പക്ഷേ എൻ്റെ ഹസ്ബൻഡിനും മോനും ഒക്കെ ഇങ്ങനെ ഒഴിച്ചുകറി വേണം അവർക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു കറി ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് വലിയ ഒരു ആർഭാടമായിട്ടുള്ളൊരു കറിയൊന്നുമല്ല, സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. ഇത് ഇത്രയും സാധനങ്ങൾ ചുരയ്ക്ക, പച്ചമുളക്, സവാള, അതേപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളി, അത്രയൊക്കെ ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ അതിൻ്റെ പൊടിയും കൂടി മാത്രമാണ് ഇതിലിടുന്നത്. വേറെ മസാലകളൊന്നും നമ്മളിതിൽ ഇടുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് കുക്കറിൽ ഒരൊറ്റ വിസിലടിപ്പിച്ചാൽ മതിയാവും. എൻ്റെ അടുത്തുള്ള പരിപ്പിന് അത്ര വേവൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഒരു വിസിൽ അടുപ്പിക്കുന്നത്. നിങ്ങളുടെ കുക്കറിൻ്റെ വിസിലനുസരിച്ചിട്ട് അതിൽ നമുക്ക് എത്രയാണോ വേവാൻ വേണ്ട ഇതെന്താണുള്ളത് അത് നമ്മൾ ചെയ്യാൻ മതിയാവും. പിന്നെ എൻ്റെ അടുത്തുണ്ടല്ലോ ചെറിയ ജീരകത്തിന് പൊടി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അത് മുഴുവനായിട്ടിടലാണ്. എനിക്ക് അങ്ങനെ ഇടുന്നതാണ് കുറച്ചുകൂടി ഇഷ്ടം. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഇനി പൊടിയുള്ളവർ അതിട്ട് കൊടുത്താൽ മതി. പിന്നെ ഇത് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. പിന്നെ വേറൊരു സാധനം കൂടി ഞാൻ ഇടുന്നുണ്ട്. 2-3 കഷ്ണം മീൻ കൂടി ഇടുന്നുണ്ട്. എനിക്കിങ്ങനെ ഈ ഒരു കറിയിലേക്ക് ഇങ്ങനെ മീനിടുമ്പോഴാണ് കുറച്ചുകൂടി ഇഷ്ടം. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ സാധാരണ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ 2-3 കഷ്ണം മീൻ കൂടി അതിലേക്ക് ചേർക്കാറുണ്ട്. ഏതാണ്ട് ദശക്കെട്ടുള്ള മീൻ കിട്ടുമ്പോൾ. അങ്ങനെ ഇതാ നമ്മുടെ പരിപ്പ് ഇതൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ കറിവേപ്പിലയും അതുപോലെ തന്നെ കട്ടിയായിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുള്ള തേങ്ങാപ്പാലും കൂടി ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്നുണ്ട്. എൻ്റെ വീട്ടിൽ അധികം കറികളിലും തേങ്ങ അരച്ചും അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചും ഒക്കെയാണ് വെക്കാറുള്ളത്. അപ്പോൾ അത് കഴിച്ച് എനിക്കും അങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കറി വയ്ക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ വീട്ടിൽ എനിക്കൊന്ന് ഒട്ടുമിക്ക എല്ലാ കറികളിലും നമ്മൾ തേങ്ങ യൂസ് ആക്കാറുണ്ട്. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ തേങ്ങ കാണല്ലോ, അപ്പോൾ പിന്നെ നമുക്കത് പിഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ കറിയൊക്കെ അങ്ങനെ അവിടെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്കൊരു വറവിട്ട് കൊടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് കടുക്, അതേപോലെ തന്നെ വറ്റൽമുളക്, കറിവേപ്പില, അതൊക്കെ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അത് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. വേണമെങ്കിൽ ഒരല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കാണിക്കാൻ മറന്നുപോയി. അപ്പോൾ കറിയൊക്കെ റെഡിയായതിന് ശേഷം ഇനി നമുക്ക് മീൻ വറുക്കലാണ്. അപ്പോൾ കുറച്ച് ചിക്കനും കൂടി കിട്ടിയിരുന്നെങ്കിൽ വറുക്കാമായിരുന്നു എന്ന് മോനോട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇന്ന് ചിക്കനൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും മീൻ സെറ്റാക്കാം. നമ്മളിന്ന് ചൂരമീനാണ് എടുത്തിട്ടുള്ളത്. നല്ല ദശക്കെട്ടുള്ള മീനാണല്ലോ. അപ്പോൾ അതിലേക്ക് നമ്മൾ പച്ചമുളക്, ഇഞ്ചി അതൊക്കെ ചതച്ചതും അതേപോലെ തന്നെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അങ്ങനെ കുറച്ച് മീൻ മസാല, നമ്മുടെ ഫിഷ് മസാല ഉണ്ടല്ലോ അതും, പിന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും ഒക്കെ കൂട്ടിയിട്ടാണ് നമ്മളിന്ന് ഈ ഒരു സ്പെഷ്യൽ മസാലയാണ് ഇന്ന് നമ്മൾ പുരട്ടുന്നത്. അങ്ങനെ അതൊക്കെ നമ്മളൊന്ന് പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയി. അങ്ങനെ അത് നമ്മൾ കുറച്ച് സമയത്തേക്ക് ഒരു അരമണിക്കൂർ നേരത്തേക്ക് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ വറുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്.
അങ്ങനെ നമ്മൾ മീൻ വറക്കാൻ പോവാണ്. അപ്പോൾ നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. നമുക്കിപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് വില കൂടി എന്ന് പറഞ്ഞാലും വെളിച്ചെണ്ണ അല്ലാതെ മീൻ വറക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെളിച്ചെണ്ണയിലാണ് പൊരിക്കുന്നത്. പിന്നെ എൻ്റെ വീട്ടിലുണ്ടല്ലോ ഉമ്മ ഇങ്ങനെ കുറേ തേങ്ങയൊക്കെ ഉണക്കിയിട്ടൊക്കെ ആട്ടി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ വേറെ കോട്ടേഴ്സിലാണല്ലോ ഉള്ളത്. അപ്പോൾ ഇതിൽ പിന്നെ നമ്മൾ മേടിക്കലാണ് പതിവ്. അപ്പോൾ നമ്മൾ സാധാരണ മേടിക്കുന്ന പോലെ തന്നെ നല്ല വില കൊടുത്തിട്ട് തന്നെയാണ് ഇവിടെ നിന്നും നമ്മൾ മേടിക്കുന്നത്. പിന്നെ ആട്ടിയ വെളിച്ചെണ്ണയൊക്കെ കിട്ടുന്നുണ്ട്. അതിനും വലിയ വിലക്കുറവൊന്നുമില്ല, വിലയുണ്ട്, അത്യാവശ്യം വിലയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ മേടിച്ചതാണ്. അങ്ങനെ നമ്മുടെ മീനൊക്കെ ഏകദേശം വറവായിട്ടുണ്ട്. ഞാൻ പറയട്ടെ, എനിക്കല്ലേ മീനിങ്ങനെ ഒരു ഹാർഡായിട്ടൊക്കെ പൊരിക്കൂലേ, അങ്ങനെ പൊരിക്കുന്ന എൻ്റെ വീട്ടിലാർക്കും ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല. അപ്പോൾ നമ്മളിങ്ങനെ ഒരു എന്താ പറയുക, നമുക്കിങ്ങനെ പിച്ചിയാൽ കിട്ടണം, ആ രീതിയിലാണ് നമ്മൾ മീൻ വറുക്കുന്നത്. പക്ഷേ എൻ്റെ തറവാട്ടിലുള്ളവർക്കൊന്നും അല്ല ഇങ്ങനെ മീൻ വറുക്കുന്നത് ഇഷ്ടമില്ല. അവർക്കൊക്കെ നല്ല ഹാർഡായിട്ട് വേണം എൻ്റെ ഇളയമ്മക്കൊക്കെ മീൻ വറുത്തത് കഴിക്കാൻ. എനിക്കങ്ങനെ ഇഷ്ടമില്ല, ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. അങ്ങനെ നമ്മളെ മീനൊക്കെ വറുത്ത് അതും മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇന്നത്തെ പൊതിച്ചോറിൽ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഡിഷ് ഇതായിരുന്നു. നമുക്ക് നേരത്തെ ഒരു ദിവസം നമുക്ക് 2 വലിയ മീൻമുട്ട കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചതായിരുന്നു. അപ്പോൾ ഈ മീൻമുട്ട വെച്ചിട്ട് നമ്മളൊരു തോരൻ പോലെ ഉണ്ടാക്കാനാണ് പ്ലാന്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പാൻ അടുപ്പിൽ വയ്ക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ മീൻ വറുത്തെണ്ണ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുക്കുക. ഇതാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും, ആ മീനിൻ്റെ മസാലയുടെ ഫ്ലേവറൊക്കെ ഇറങ്ങിയതുകൊണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു കുഞ്ഞ് സവാള പൊടിയായിട്ട് അരിഞ്ഞ് അതും പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് കറിയില ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ടിട്ടാൽ മതി കേട്ടോ. അങ്ങനെ അതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മീൻമുട്ട ഉണ്ടല്ലോ, നമ്മൾ ചെറിയ കുഞ്ഞ് പീസുകളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് എല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കിയിട്ട് ഈ ഒരു സമയത്ത് എനിക്ക് കുറച്ച് ഉപ്പ് ഇടേണ്ടതായിട്ട് തോന്നി. കാരണം ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ സവാളയിൽ, അത് അങ്ങനെ പോരാ. അങ്ങനെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി ഇളക്കി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം. അതിനുശേഷം ഇത് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കുക. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു 2-3 പൊടികൾ കൂടി ചേർക്കാനുണ്ട്. അധികം മസാല ഒന്നും നമ്മളിതിലിടുന്നില്ല. പിന്നെ ഇതിലേക്ക് ആകെ വേണ്ടത് മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാട്ടോ ഞാൻ ചേർക്കുന്നത്. അതൊരു 1/4 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. കാരണം നമ്മൾ നേരത്തെ ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് മുളക് പൊടി നമ്മൾ വളരെ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഈ ഒരു സമയത്ത്. ഇനി ഇതെല്ലാം കൂടി ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം. ഒരു കുഞ്ഞ് ഗ്ലാസ്സിലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഏകദേശം കണക്ക് ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതിയാവും. അതിനുശേഷം ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. കാരണം ഇതിൽ നമ്മൾ ഇട്ടിരിക്കുന്ന മുളക് പൊടിയും ചില്ലി ഫ്ലേക്സിൻ്റെ ഒക്കെ പച്ചമണമൊന്ന് പോവാനും ഇതൊന്ന് നന്നായിട്ട് ഡ്രൈ ആയി വരുന്നവരെയും നമ്മളിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം. അങ്ങനെ നമ്മുടെ മീൻമുട്ട ഒക്കെ നന്നായി വെന്ത് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു സംഭവം. ഇനി ഇതിലേക്കൊന്നും ചേർക്കാനില്ല. ചില ആൾക്കാർ ഇതിലേക്ക് തേങ്ങാപ്പീര ചേർക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മളത് ചേർക്കുന്നില്ല. നമുക്കിത് ഇങ്ങനെ തന്നെ കഴിക്കാനാണ് ഇഷ്ടം. പിന്നെ നമ്മൾ വേഗം തന്നെ ഒരു 3 മുട്ടയും കൂടി നമ്മൾ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഈ ഒരു പൊതിച്ചോറിൻ്റെ ഹൈലൈറ്റ് ആണല്ലോ മുട്ട വറുത്തത് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഒരു തോരൻ വെക്കലാണ്. നമ്മുടെ ഇവിടെ അല്ലേ മെഴുക്കുരട്ടിയൊന്നുമില്ല, എല്ലാം തോരനാണ്. എല്ലാത്തിനും നമ്മൾ തോരന് അല്ലെങ്കിൽ ഉപ്പേരി എന്നാട്ടോ നമ്മളവിടെ പറയുന്നത്. അങ്ങനെ നമ്മളിന്നുണ്ടാക്കുന്നത് ബീറ്റ്റൂട്ട് ക്യാരറ്റ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു കുഞ്ഞു തോരനാണ്. അപ്പോൾ അതിനൊക്കെ ആവശ്യത്തിലുള്ള വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞ് സവാള പൊടിയായിട്ട് അരിഞ്ഞതും പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴന്ന് വന്നാൽ നമ്മൾ നേരത്തെ തന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ബീറ്റ്റൂട്ടിൻ്റെ ആ ഒരു മിക്സ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി തീയൊക്കെ കുറച്ച് വെച്ചിട്ട് എല്ലാം കൂടി ഇളക്കി കൊടുക്കുക. ഞാനിതൊക്കെ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെ പറയാത്തത് എല്ലാവർക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു തോരനാണ് ഈ ക്യാബേജ് ബീറ്റ്റൂട്ട് ക്യാരറ്റ് ഇതിൻ്റെയൊക്കെ തോരൻ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇന്ന് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ക്യാരറ്റ് ബീറ്റ്റൂട്ടാണ് ഒരു തോരൻ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ വെള്ളമൊന്നും നമ്മൾ ഒഴിക്കുന്നില്ല, ആവിയിൽ തന്നെ ഇത് വേവണം. അങ്ങനെ നമ്മൾ കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ ഈ ബീറ്റ്റൂട്ട് തോരൻ വെക്കുമ്പോൾ എന്തായാലും അതിലേക്ക് മുളക് പൊടി ചേർക്കും. നമുക്കത് ഭയങ്കര ഇഷ്ടമാണ്, അതിൻ്റെ ഒരു ടേസ്റ്റ്. അങ്ങനെ നമ്മുടെ ഈ ഒരു സംഭവമൊക്കെ വെന്ത് വന്നതിന് ശേഷം നമ്മൾ കുറച്ച് തേങ്ങാപ്പീര കൂടി അതിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടി എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് അതങ്ങോട്ട് മാറ്റി വയ്ക്കുക. പിന്നെ നമ്മളിതിലേക്കല്ലേ തേങ്ങ ഇങ്ങനെ ഒതുക്കിയിട്ടൊന്നും ചേർക്കുന്നില്ല, അങ്ങനെ പച്ചയ്ക്ക് ഇതിനെ ചേർക്കലാണ് പതിവ്.
അങ്ങനെ നമ്മുടെ തോരൻ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചമ്മന്തി അരയ്ക്കണം. മുളക് വറുത്തിട്ടാണ് കേട്ടോ നമ്മളിന്ന് ചമ്മന്തി അരയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വറ്റൽമുളക് നന്നായിട്ട് ഒരു പാനിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു കളറൊന്ന് ലൈറ്റായിട്ട് മാറുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്കൊരു മിക്സിയിലിട്ടിട്ട് ഇതൊന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ചെറിയ തേങ്ങ, മുളക് പൊടി, അതുപോലെ തന്നെ ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ ഉണ്ട പുളി, ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് അരച്ചെടുക്കണം. ഇത് കല്ലിലരയ്ക്കുമ്പോഴാണ് ടേസ്റ്റ്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ പൊതിച്ചോറിലുള്ള വിഭവങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വലിയ വലിയ ആർഭാടമായിട്ടുള്ളൊരു പൊതിച്ചോറൊന്നുമല്ല, ഒരു കുട്ടി പൊതിച്ചോറാണ് നമ്മുടേത്. അപ്പോൾ നമ്മുടെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നതൊക്കെ നമ്മളങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഇല വാട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇനി നമ്മളടുത്ത പണി എന്ന് പറയുന്നത്. അങ്ങനെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇല പറിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാരാണ് ഇവിടെ ഈ വെച്ചിരിക്കുന്ന വിഭവങ്ങളൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മുടെ വേലിയിൽ തന്നെ ഇഷ്ടംപോലെ വാഴ ഉണ്ടല്ലോ, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് പറിച്ചാൽ മതി. നമ്മുടെ നാട്ടിലൊക്കെ വീട്ടിൽ ഈ പൊതിച്ചോറ് വയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് പാടാണ്, കാരണം അത്രയൊന്നും വാഴ നമ്മളെ വീട്ടിലില്ല. അപ്പോൾ നമ്മൾ കൃഷിയിലൊക്കെ പോയിട്ട്, നമ്മുടെ ഈ നാട്ടിൽ തന്നെ കൃഷിയുണ്ട് ചെറുതായിട്ട്, അപ്പോൾ അവിടെ നിന്ന് പോയിട്ടൊക്കെ വാഴയില കളക്ട് ചെയ്യലാണ് നമ്മൾ അവിടെ പൊതിച്ചോറ് വയ്ക്കുമ്പോൾ ചെയ്യാറ്. പിന്നെ എനിക്ക് പൊതിച്ചോറൊക്കെ വെക്കുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഏറ്റവും കൂടുതൽ മിസ്സാവുന്ന എൻ്റെ ഇളയമ്മേനെയാണ്. എൻ്റെ ഇളയമ്മയ്ക്ക് പൊതിച്ചോറ്, അതേപോലെ തന്നെ സദ്യ, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. പിന്നെ മന്തിയുടെയും ഫാനാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഇല്ലേ, എവിടെയെങ്കിലും അങ്ങനത്തെ പോസ്റ്ററൊക്കെ നമുക്ക് കാണൂലേ, ഇന്ന് മന്തി കിട്ടും അല്ലെങ്കിൽ ഇന്ന് പൊതിച്ചോറ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാരുടെയൊക്കെ പരസ്യം കാണുമ്പോൾ തന്നെ ഈ ഫുഡൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നവിടെ ഞാൻ ഇളയമ്മേനെ ഓർക്കും. ഈ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കുന്ന സമയത്തൊക്കെയും ഞാൻ ഇളയമ്മേനെ ഇങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു. ഇളയമ്മ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കൂട്ടിയിട്ട് ഇതൊക്കെ ഉണ്ടാക്കാമായിരുന്നു എന്ന്. അപ്പോൾ അവർ നാട്ടിൽ നമ്മൾ കഴിഞ്ഞ വെക്കേഷന് പോയപ്പോൾ ഇത് ചെയ്യണമെന്നിങ്ങനെ വിചാരിച്ചു. അതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ വട്ടം. പക്ഷേ കഴിഞ്ഞ തവണ പോയപ്പോൾ നമുക്ക് കുറേ ബിസിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുമ്പോഴൊക്കെയും ഞാനിങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ അവനാണ് നമുക്ക് ഇലയൊക്കെ വെട്ടുന്നത്. അങ്ങനെ മോനും മോളും പോയിട്ട് നമ്മുടെ വാഴയുടെ അടുത്ത്, ഞാൻ പറഞ്ഞില്ല കുറേ വാഴ ഉണ്ട് ഇതിൻ്റെ വേലിയിൽ, അങ്ങനെ അവിടെ നിന്ന് പറിച്ചുകൊണ്ട് വന്നു അവർ രണ്ടുപേരും. പിന്നെ ഈ വാഴയും നമ്മളൊന്നും വെച്ചതല്ല കേട്ടോ, നമ്മൾ ഈ കോട്ടേഴ്സിൽ വന്നപ്പോഴേ ഉണ്ട്. ഒക്കെ അനുഭവിക്കാൻ നമുക്കാണ് യോഗം കിട്ടിയെന്ന് മാത്രം. അങ്ങനെ നമ്മൾ 4 പേർക്കുള്ള ഇല വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമുക്ക് 3 പൊതിച്ചോറ് മതി, കാരണം മോൾക്കും എനിക്കും കൂടിയിട്ടൊന്ന്, പിന്നെ മോനൊന്ന്, അവൻ്റെ വാപ്പയ്ക്കൊന്ന്, അങ്ങനെ മതിയായിരുന്നു. പക്ഷേ അവൻ 4 ഇല വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് 3 പൊതിഞ്ഞിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഇലയൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും കൂടി മിക്സാക്കിയിട്ട് തുടച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് നമ്മുടെ ഉണ്ടാക്കിയിരിക്കുന്ന വിഭവങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നമ്മുടെ പൊതിച്ചോറ് അങ്ങ് സെറ്റാക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ക്യാരറ്റ്, ബീറ്റ്റൂട്ടിൻ്റെ ആ ഒരു ഉപ്പേരി, തോരൻ, ഓക്കെ, ഞാൻ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ ഇങ്ങനെ തോരന് പകരം ഉപ്പേരി എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ പൊരിച്ച് വെച്ചിട്ടുള്ള മുട്ട വറുത്തത്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ മുളകൊക്കെ വറുത്തിട്ട് ഉണ്ടാക്കിയ ഒരു ചമ്മന്തി. ഇത് ശരിക്കും പറഞ്ഞാൽ കല്ലിലരയ്ക്കണം, പക്ഷേ ഇത് ഞാൻ ഗ്രൈൻഡറിലാട്ടോ അരച്ചത്. പിന്നെ നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള, ഇന്നത്തെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള സംഭവം നമ്മുടെ മീൻമുട്ടയുടെ ആ ഒരു ഉലർത്ത്. അത് തോരനെന്നാണ് ഞാൻ പറഞ്ഞത്, പക്ഷേ ഇതിൽ തേങ്ങാപ്പീര് നമ്മൾ ഇട്ടിട്ടില്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് മാങ്ങാച്ചാർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഉണ്ടാക്കിയതല്ല കേട്ടോ, കടയിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെ പൊരിച്ച മീൻ എല്ലാം കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ ഈ ഒരു പൊതിച്ചോറിലെ വിഭവങ്ങളെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പൊതിഞ്ഞെടുക്കണം. ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോഴും ഇത് കാണുമ്പോൾ ഇങ്ങനെ വായിൽ വെള്ളം വരുന്നുണ്ട്. എനിക്ക് എല്ലാ ദിവസവും തന്നാലും ഞാൻ പൊതിച്ചോറ് കഴിക്കും, അത്രയ്ക്ക് ഇഷ്ടമാണ്. പക്ഷേ എല്ലാ ദിവസവും പൊതികെട്ടാൻ നമുക്ക് സമയം കിട്ടാറില്ല. രാവിലെ ശരിക്കും പറഞ്ഞാൽ ഓട്ടപ്പാച്ചിലാണ്, സ്കൂളിൽ പോകുന്നതിന് മുന്നേ എല്ലാം ചെയ്ത് വെച്ചിട്ട് പോകണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ സമയത്ത് എന്തായാലും നടക്കില്ല. ഏതെങ്കിലും അവധി ദിവസങ്ങളിലാണ് ഇതൊക്കെ നമ്മൾ സെറ്റാക്കി കൊടുക്കൽ നമ്മളെ കുട്ടികൾക്ക്. അപ്പോൾ എന്തായാലും എൻ്റെ മോൻ പറയുന്നുണ്ട് ഇനി അടുത്ത ഒരു ലീവൊക്കെ വരുന്നാൽ, ഇപ്പോൾ വരുന്നുണ്ട് കുറേ ദിവസത്തെ ലീവ് നമുക്ക് വരുന്നുണ്ട്, അപ്പോൾ എന്തായാലും ഉമ്മ എനിക്ക് വീണ്ടും പൊതിച്ചോറ് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അവന്. അങ്ങനെ നമ്മൾ 3 പൊതിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു 2 മണിക്കൂർ നേരത്തേക്ക് നമ്മൾ മാറ്റി വെച്ചു, എന്നിട്ട് കഴിക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ്. അപ്പോൾ എൻ്റെ മോൻ ഇന്ന് ഉച്ചയ്ക്ക് ഒരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ്റേത് വീട്ടിലിരുന്നിട്ടാണ് കഴിക്കുന്നത്. പക്ഷേ നമ്മളത് ഇവിടെയല്ല കഴിക്കുന്നത്. അത് ഞാൻ എന്തായാലും കാണിച്ചു തരാം നമ്മൾ എവിടെയാണ് കഴിക്കുന്നത് എന്നുള്ളത്.
ഒരു സൈബാൻ തോന്നുന്നുണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പർ. സേവ വായിക്കും വേണ്ടി തന്നെ ഇട്ട് കൂട്. സേവ പോയി അങ്ങോട്ട് കഴിക്കും. ഇപ്പം വലിയ ഇട്ട് കൂട്. റഹീം വണ്ടി കിട്ടാ അങ്ങനെ മോൻ അവൻ്റെ പൊതിച്ചോറ് വീട്ടിലിരുന്നിട്ടാട്ടോ കഴിച്ചത്. നമ്മളെന്തായാലും ഇവിടെ കഴിക്കുന്നില്ല. നമ്മളെ ഈ നാടിൻ്റെ തെക്ക് ഭാഗത്ത് തുണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെയല്ലേ ശരിക്കും പറഞ്ഞാൽ ഒരു പച്ചപ്പ് കൊണ്ടിങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന ഒരു പ്രകൃതി ഭംഗിയുടെ ഒരു എന്താ പറയുക ഉദാഹരണം എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇരുന്നിട്ടാണ് നമ്മൾ നമ്മുടെ പൊതിച്ചോറ് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ പോയപ്പോൾ തന്നെ അവിടെ കുറേ കാക്കകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കയ്യിൽ ഫുഡ് ഉണ്ടായിരുന്നിട്ട് കൂടി ആ കാക്കകൾ നമ്മളെ ശല്യപ്പെടുത്തിയിട്ടില്ല. എന്താണെന്നറിയില്ല. അങ്ങനെ ഇവിടെ വന്നപ്പോൾ തന്നെ സൈബായ്ക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം അവൾക്ക് ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ വെറുതെ ഓടിക്കളിക്കാൻ എപ്പോഴും ഇഷ്ടമാണ്. ഇവിടെ വന്നാൽ അവൾ എപ്പോഴും അവിടെ ഇറങ്ങി ഇങ്ങനെ കളിക്കാറുണ്ട്. പിന്നെ പുഴ പോലെ ഒരു സംഭവമൊക്കെ ഉണ്ട് അവിടെ. അത് പുഴയല്ല, ശരിക്ക് കടൽ വെള്ളം തന്നെയാണ്. പക്ഷേ ഇങ്ങനെ പുഴയുടെ ആ ഒരു സൗന്ദര്യം പോലെയാണ് അത് നമുക്കിങ്ങനെ കാണുക. അവിടെ കുറച്ച് പശുക്കളൊക്കെ മേയുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു പ്രകൃതി രമണീയത ഉള്ള ഒരു സ്ഥലം. അങ്ങനെ അവിടെ ഇരുന്നിട്ടാണ് നമ്മൾ പൊതിച്ചോറ് കഴിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ആൾ അദ്ദേഹത്തിൻ്റെ പൊതിച്ചോറ് അവിടെ കഴിക്കാൻ പോവുകയാണ്. കാരണം നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിച്ചാൽ നമുക്ക് വീഡിയോ എടുക്കാൻ ആളില്ല. അപ്പോൾ അദ്ദേഹം കഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഈ ഒരു സ്ഥലത്തിരുന്ന് കഴിക്കൂല, ഞാൻ കുറച്ചുകൂടി ആ ഒരു പുഴ ഉണ്ടല്ലോ, പുഴ പോലെ ആ ഒരു സ്ഥലത്തിരുന്നിട്ട് ഞാൻ കഴിക്കുമെന്ന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവർ പറയാം അവിടെ നല്ല വെയിലാണ്, ഞാൻ എന്തായാലും അവിടെ ഇരിക്കില്ല, ഇവിടെ ഇരുന്നേ കഴിക്കൂ. അപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥലത്ത് എവിടെ ഇരുന്നാലും നല്ല രസമാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടെ കഴിച്ചു. സൈബ പിന്നെ എല്ലാവരും പൊതിച്ചോറിൻ്റെ കൂട്ടത്തിലും ഓരോ ഉരുള എടുക്കാനുണ്ടായിരുന്നു. പിന്നെ ഞാനിങ്ങനെ പറഞ്ഞു, നമ്മളെ നാട്ടിൽ നമ്മളെ വീട്ടുകാരൊക്കെ ഇങ്ങോട്ട് ഇടയ്ക്കൊക്കെ വരാറുണ്ട്, മിനിക്കോലി. അവരൊക്കെ വന്നാൽ നമ്മൾ എന്തായാലും ഒരു പൊതിച്ചോറ് ഉണ്ടാക്കട്ടെ, ഈ ഒരു സ്ഥലത്ത് വന്നിരുന്ന് കഴിക്കണം, നല്ല രസമാണ് ഇവിടെ ഇരുന്ന് കഴിക്കാൻ. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ എൻ്റെ അനിയനെ ആമിറിനെയും ഓർത്തുപോയി. ആമിർക്കും ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ വെറുതെ ഒരു ഫുഡ് ഉണ്ടാക്കിയാൽ പോലും വാഴയിലയിൽ കഴിക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് അവനെയും ഓർത്തുപോയി. അതേപോലെ തന്നെ എൻ്റെ ഇളയമ്മ സാഹറാനെയും ഓർത്തുപോയി. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യങ്ങളിൽ പെട്ടെന്നാണ് പൊതിച്ചോറ്. എനിക്കൊന്ന് എല്ലാ ദിവസം കൊടുത്താലും അവൾ കഴിക്കും, അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും അവർ രണ്ടുപേർക്കും വേണ്ടി ഞാൻ ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. എന്തായാലും അവർ രണ്ടുപേരും ഈ വീഡിയോയിൽ കൂടി കണ്ടിട്ടാണെങ്കിലും കുറച്ച് കൊതിയൊക്കെ പിടിക്കട്ടെ അവർക്ക്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ പൊതിച്ചോറിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇനിയും പുതിയ പുതിയ വിശേഷങ്ങളും വീഡിയോസും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ സപ്പോർട്ടൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം, എന്നാലും ഒന്ന് നമ്മൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരുന്നവരേക്കും അസ്സലാമു അലൈക്കും.